നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുവരുന്ന സ്ഥിരം ടെംപ്ലേറ്റ് ആയിട്ടുള്ള ഒരു സൈഫൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് വാർ മെഷീൻ. വലിയ പുതുമ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ സിനിമ കണ്ടിരിക്കാൻ കൊള്ളാം. നല്ലൊരു അടിപൊളി മൂവി തന്നെയാണ്. നമ്മൾ 80s റിലീസായ വേൾഡ് ഫേമസ് ആയിട്ടുള്ള അർണോൾഡിന്റെ മൂവി ഉണ്ടല്ലോ, പ്രെഡേറ്റർ. അതിന്റെ ഒരു ന്യൂജൻ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഏലിയൻ ആണെങ്കിൽ ഇവിടെ ഒരു റോബോട്ടാണ്, ഒരു ഏലിയൻ റോബോട്ട്, ഒരു ട്രാൻസ്ഫോമറിനെ പോലത്തെ റോബോട്ട്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ ഈ ഒരു ക്യാരക്ടർ എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ അടുത്ത എന്താണ് സീൻ വരാൻ പോകുന്നത്, സിനിമ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ സിനിമയുടെ എൻഡ് എങ്ങനെയാണെന്ന് എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് എന്റെ സ്റ്റോറി ടെല്ലിംഗ് പോയിരിക്കുന്നത്. അത്ര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ടെംപ്ലേറ്റ് ആണെങ്കിലും ബോർ അടിപ്പിക്കുന്നില്ല. നല്ല രസമായിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആർമി മെമ്പേഴ്സ് ഒരു കാട്ടിലോട്ട് പോവുകയാണ് ഒരു മിഷന് വേണ്ടിയിട്ട്. അവിടെ അവർ പോകുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. ആ ഇവന്റ്സ് എന്ന് പറയുന്ന വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മിഷന് വേണ്ടി പോകുന്ന കാട്ടിലാണ് ഈ ഒരു റോബോട്ട് വരുന്നത്. സോ ആ റോബോട്ട് വന്നതിന് ശേഷം ഇവർ അതിനെ അറ്റാക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് വരുന്നതൊക്കെയാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പ്രെഡേറ്റർ മൂവി എടുക്കുകയാണെങ്കിൽ പ്രെഡേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമന്റെ ഹൈറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ട്രാപ്പ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനൊക്കെ പറ്റും ആൾക്കാർക്ക്. അങ്ങനത്തെ ഒരു രീതിക്കാണ് അതിന്റെ സ്റ്റോറി ടെല്ലിംഗ് പോയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ഈ ഒരു ഏലിയൻ റോബോട്ട് എന്ന് പറയുന്നത് ആ ഒരു ഹ്യൂമന്റെ ഹൈറ്റ് ഒന്നും അല്ല, മറ്റു ഭയങ്കര വലിയ ഹൈറ്റ് ആയിട്ടുള്ള ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു മിഷൻ തന്നെയാണ്. സോ അതിനെ അറ്റാക്ക് ചെയ്യുന്ന അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഒരു ഹണ്ടിയും ഇവർക്ക് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാമെന്ന് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു മിഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഹ്യൂമൻസ് ഒന്നുമല്ല, അതും കുറച്ച് സോൾജേഴ്സ് മാത്രമേ ഉള്ളൂ. അവരുടെ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൻസ് ഒന്നുമില്ല. അത് വേറൊരു പ്ലാനറ്റിൽ നിന്ന് വന്ന വലിയൊരു മിഷനാണ്. സോ അതിന്റെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും മിഷൻസ് ഒക്കെ ഉണ്ട്. സോ അതിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആണ്. ആ റോബോട്ട് മുന്നിൽ വന്നാൽ ഇറങ്ങി ഓടുക എന്നതിന്റെ അപ്പുറത്തേക്ക് വേറെ സൊല്യൂഷൻ ഇവർക്കില്ല. സോ അതാണ് സിനിമയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. കാരണം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക, ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യുക, അത്രേ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷൻ ആരൊക്കെ സർവൈവ് ചെയ്യും അല്ലെങ്കിൽ ആരൊക്കെ എങ്ങനെ മരിക്കും എന്ന് സംസാരിച്ച് പോകുന്നുണ്ട്. നമ്മൾ പ്രെഡേറ്റർ എടുത്ത് നോക്കുവാണെങ്കിൽ പുള്ളിക്കാരന്റെ അതേ ഒരു ടെക്നോളജി അല്ലെങ്കിൽ അതേ ഒരു അറ്റാക്കിംഗ് ഫോം തന്നെയാണ് ഈ ഒരു മിഷനിലോട്ട് വരുന്നത്. അതായത് ഹ്യൂമൻസിനെ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു പരിപാടിയൊക്കെ തന്നെയാണ്. ഏകദേശം എല്ലാ കാര്യങ്ങളും സെയിം ആണ്. പക്ഷേ പ്രെഡേറ്ററിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യുന്ന പോലെ ഒന്നും ഇതിന് ചെയ്യാൻ പറ്റത്തില്ല. സ്ഥിരം ടെംപ്ലേറ്റ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും നല്ല എൻഗേജിംഗ് ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീനിന് പോലും ബോർ അടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് വർക്കായില്ല, ഇതിന്റെ ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നിയില്ല. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ നല്ല അടിപൊളിയായിട്ട് നല്ല കിടിലായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു സ്റ്റോറിയിലോട്ട് എത്താൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ക്യാരക്ടേഴ്സും വേൾഡ് ബിൽഡും അല്ലെങ്കിൽ ആ ഒരു മിഷൻ എന്താണ്, അല്ലെങ്കിൽ ഇത്ര സോൾജേഴ്സ് ആ കാട്ടിൽ എങ്ങനെ എത്തിപ്പെട്ടു, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു കാട് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ സിനിമയുടെ എൻഡ് വരെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് തന്നെ പോകുന്നത്. എസ്പെഷ്യലി ആ ഒരു മൂവിയുടെ എൻഡിലോട്ട് പോകുമ്പോൾ ഇത് ഇവിടെ കൊണ്ട് തീർന്നില്ല, ഇതാണ് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. ഒരുപാട് കിടിലം എൻഗേജിംഗ് ആയിട്ടുള്ള സീക്വൻസ് ഉണ്ട്, ഒരുപാട് നല്ല കിടിലം വിഷ്വൽസ് ഉണ്ട്, നല്ല കുറെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, എല്ലാം കൊള്ളാം. നല്ല രസമായിട്ട് ഓവറോൾ അവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ഇതിലൊരു ചേസ് സീൻ വരുന്നുണ്ട്, ഈ റോബോട്ടും ഒരു ട്രക്കും തമ്മിലുള്ള ഒരു ചേസ് സീൻ വരുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു അവിടെ എക്സിക്യൂഷൻ. ഒരു വലിയ സീനാണ്, അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. കുറച്ച് സോൾജേഴ്സും അല്ലെങ്കിൽ ആ ഒരു വലിയ റോബോട്ടായിട്ട് ഇവർ അറ്റാക്ക് ചെയ്യുന്ന ഡിഫെൻഡ് ചെയ്യുന്ന കുറച്ച് പരിപാടി, അതൊക്കെ കൊള്ളാം. ആൻഡ് അതുപോലെ തന്നെയാണ് റിവർ സൈഡ് വരുന്ന ഒരു സീക്വൻസ്, അതും കൊള്ളാം. ആൻഡ് പ്രീ ക്ലൈമാക്സിൽ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, ഒരു കോറിയിൽ വെച്ചിട്ടുള്ള, അതും അടിപൊളിയായിരുന്നു. അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന നല്ല ഒരുപാട് സീക്വൻസ് ഉണ്ട്. പ്രസന്റേഷൻ ആയാലും എല്ലാ കാര്യങ്ങളും കൊള്ളാം. ടെക്നിക്കൽ വൈസ് നോക്കുവാണെങ്കിലും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. ആൻഡ് CGI വർക്കും രസമുണ്ടായിരുന്നു. ലൈക്ക് ആ റോബോട്ട് ആയാലും ശരി, അല്ലെങ്കിൽ അവിടുത്തെ ഏരിയ ആയാലും ആ ഒരു അറ്റ്മോസ്ഫിയർ ആയാലും എല്ലാം കൊള്ളാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിന്റെ ഒരു ടെറൈൻ ആണ്. ലൈക്ക് ഈ ഒരു സ്റ്റോറി നടക്കുന്ന ഒരു ടെറൈൻ എന്ന് പറയുന്ന ഒരു കാട്ടിന്റെ അകത്താണ്. സോ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവിടുത്തെ ജിയോഗ്രഫി, അവിടെ നടക്കുന്ന ഇവന്റ്സ് അല്ലെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലാൻഡും കാര്യങ്ങളും, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല രീതിക്ക് അത് എക്സിക്യൂട്ട് വെച്ചിട്ടുണ്ട് സിനിമയിൽ. എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാം അല്ലെങ്കിൽ കുറച്ച് വർക്കായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയ കുറച്ച് എലമെന്റ്സ് എന്ന് പറയുന്നത്, ഈ സിനിമയിൽ ഒരു ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നില്ല. ഒരുപാട് സോൾജേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, കുറച്ചുപേർ സർവൈവ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഒരാളുമായിട്ട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ഇയാൾ എങ്ങനെയും സർവൈവ് ചെയ്യണം അല്ലെങ്കിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ ഇയാൾ മരിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനോട് ഒരു പ്രത്യേക ഇമോഷൻ, അങ്ങനെ ഒന്നും ആരോടത്തും ഒന്നും തോന്നില്ല. ഒരുപാട് പേര് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ജസ്റ്റ് കണ്ടുപോയി, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ആ ഒരു ക്യാരക്ടേഴ്സായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എവിടെയും കിട്ടുന്നില്ല. ആൻഡ് അതുപോലെ തന്നെയാണ് പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ലീഡ് ക്യാരക്ടർ ആയിട്ടുള്ള അലൻ വിൽസൺസിന്റെ ക്യാരക്ടർ കുറച്ച് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ബാക്കി കുറച്ച് സോൾജേഴ്സ് വരുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് ഭയങ്കര അമച്ചുറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നെഗറ്റീവ് അല്ല, കുറച്ചുകൂടി ബെറ്റർ ആക്കാന്ന് തോന്നിയത്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന സൈഫൈ ആക്ഷൻ ത്രില്ലർ മൂവീസിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. വലിയ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. പുതുമായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കണ്ടന്റ്സോ അല്ലെങ്കിൽ വേറെ ലെവലായിട്ടുള്ള കണ്ടന്റ്സോ ഒന്നും തന്നെ സിനിമയിലില്ല. സിനിമയുടെ സ്റ്റാർട്ടിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സിനിമയുടെ എൻഡ് എങ്ങനെയാണെന്ന്. അങ്ങനത്തെ രീതിയിലുള്ള പ്രസന്റേഷൻ ആണ് ഈ സിനിമയ്ക്ക്. പക്ഷെ അങ്ങനെ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സിനിമ ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു, നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ആയിട്ടുള്ളത്. ഇത് തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ട് ഡിസപ്പോയിന്റ് ആയതിനെ. അങ്ങനത്തെ ഒരു പ്രസന്റേഷൻ ആണ്. OTT കണ്ടുകൊണ്ട് വലിയ കുഴപ്പമില്ല, നല്ല റിസോർട്ട് തന്നെ പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന പാട്രിക് ഹ്യൂജസ് ആണ്, നമ്മുടെ ഹിറ്റ്മാൻ ബോഡി ഗാർഡിന്റെ ഒക്കെ ഡയറക്ടറാണ്. സോ ആ ഒരു ഡയറക്ഷൻ ആയാലും ബാക്കിയുള്ള മൂവിയുടെ എക്സിക്യൂഷൻ ആയാലും എല്ലാം കൊള്ളാം. സോ എന്തായാലും കണ്ടു നോക്കുക. ഒരു വൺ ടൈം ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഫൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് വാർ മെഷീൻ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.